ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒന്ന് തന്നെയാണോ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യണം? അപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പനീസിനൊക്കെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ പറ്റാത്ത ടൂൾസാണ് സോഷ്യൽ മീഡിയ ടൂൾസ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് സിമ്പിളായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ മാർക്കറ്റ് ചെയ്യുന്ന രീതിയെ പറയുന്നതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. മീഡിയ മാർക്കറ്റിംഗ് എന്നാൽ FBയിൽ ഒരു പോസ്റ്റ് അപ്ലോഡിങ്ങോ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്യുമ്പോഴോ തീരുന്നതല്ല, ഒരു വലിയ പ്രോസസ്സാണ്. പലരുടെയും തെറ്റിദ്ധാരണയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്ന് തന്നെയാണോ എന്നുള്ളത്. അല്ല എന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ. അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ മൂന്നായി തരംതിരിക്കാം: സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സെക്ഷൻ മാത്രമാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പലരുടെയും സംശയമാണ് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിലേതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യണമെന്നുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാവർക്കും അറിയാം. ബേസിക്കലി എല്ലാവർക്കും അറിയുന്ന പ്ലാറ്റ്ഫോമുകളാണ് FB, ഇൻസ്റ്റ, ലിങ്ക്ഡിൻ, ട്വിറ്റർ, പിൻട്രസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് പ്ലാറ്റ്ഫോമുകൾ. അപ്പോൾ ഇതിലെല്ലാ പ്ലാറ്റ്ഫോമുകളും നമ്മൾ യൂസ് ചെയ്യണോ? ഇല്ല എന്നതാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നോക്കാം. അതായത് ഓരോ പ്ലാറ്റ്ഫോമുകൾക്കും അതിൻ്റേതായ ഓഡിയൻസ് ടാർഗറ്റിംഗ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലെ ഓഡിയൻസ് ആവില്ല ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർ, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഓഡിയൻസ് ആവില്ല ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നവർ. അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിനും സെപ്പറേറ്റഡ് ഓഡിയൻസ് ലിസ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഏജിനെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റഗ്രാമും മാറിയിട്ടുണ്ട്. പ്രൊഫഷണൽ ഓഡിയൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ആണ് അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പ്രൊഫഷണൽ ഓഡിയൻസ് അല്ലെങ്കിൽ B2B ഓഡിയൻസ്, ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ലിങ്ക്ഡിൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഹൈലി പ്രൊഫഷണൽ ഓഡിയൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ട്വിറ്റർ ആയിരിക്കും നല്ലത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയയിലെ ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ ബിസിനസ്സിനായി യൂസ് ചെയ്യണമെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻസ് ഇനിയും ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.